എല്ലാവർക്കും നമസ്കാരം. മറുനാടൻ മലയാളിയുടെ പുതിയ വീഡിയോയിലേക്ക്. പ്രവീൺ രവിയാണ് നമ്മുടെ കൂടെയുള്ളത്. വ്ളോഗറാണ്, എഴുത്തുകാരനാണ്, സാമ്പത്തിക സാമൂഹിക മേഖലകളിൽ നിരവധി നിരീക്ഷണങ്ങൾ നടത്തിയ ശ്രദ്ധേയമായ വ്യക്തിത്വമാണ്. പ്രവീൺ, വെൽക്കം. താങ്ക് യു മനുജ. ഓക്കെ, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ വിവാദമായ ഒരു വിഷയമാണ്. പല ഘട്ടങ്ങളിലും പല ആളുകളും അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസരിച്ച് വളച്ചൊടിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ദേവസ്വത്തിന്റെ സ്വത്തുക്കൾ. ഇത് സർക്കാരാണ് കൈയടക്കി വെച്ചിരിക്കുന്നത്. ഈ സ്വത്തുക്കളെല്ലാം തന്നെ സർക്കാരിന്റെ മറ്റ് ആവശ്യങ്ങൾക്കായി, അത് മറ്റുള്ള മേഖലകളിലേക്കൊക്കെ സർക്കാർ എടുത്ത് ഉപയോഗിക്കുന്നു എന്നത് കാലാകാലങ്ങളായി നമ്മൾ കേട്ടുവരുന്ന ഒരു കാര്യമാണ്. ശരിയാണോ ഇത്തരത്തിലുള്ള പ്രസ്താവനകളും ആരോപണങ്ങളും? ഇതിനകത്ത് കുറച്ച് ശരിയും വളരെ കൂടുതൽ തെറ്റുമാണുള്ളത്. അതായത് ദേവസ്വം ബോർഡിൽ സർക്കാരിന് നിയന്ത്രണമുണ്ട്. സർക്കാർ നിയമിക്കുന്ന ആളുകളാണ് ബോർഡ് അംഗങ്ങളായിട്ട് വരുന്നത്. സർക്കാരിൻ്റെ പ്രതിനിധിയാണ് അവിടെ പ്രസിഡൻ്റായിട്ട് വരുന്നത്. സർക്കാരിന് തീർച്ചയായിട്ടും എക്സിക്യൂട്ടീവ് അംഗങ്ങളിലും ഒക്കെ നല്ല ഇൻഫ്ലുവൻസ് ചെലുത്താൻ സാധിക്കും. അതേപോലെ തന്നെ ദേവസ്വത്തിൻ്റെ ഫണ്ടുകൾ എവിടെ ചെലവാക്കണം, വിത്തിൻ ദേവസ്വത്തിൻ്റെ ലിമിറ്റഡ് ഇതിനകത്തുള്ള പരിമിതിക്കകത്ത് എവിടെയൊക്കെ ചെലവാക്കണം എന്നൊക്കെ വേണമെങ്കിൽ ഗവൺമെൻറ്റിന് നിഷ്കർഷിക്കാം. അത്തരത്തിൽ, അതായത് നമ്മൾ ദേവസ്വം ബോർഡ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോർഡ് ആണെങ്കിലും അതിനൊരു ഫുള്ളി ഓട്ടോണമസ് ബോഡി അല്ല. അതിനകത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ താല്പര്യങ്ങൾ, ജാതി സംഘടനകൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം അവിടെ ഉണ്ട്. പക്ഷേ ഈ ദേവസ്വത്തിൽ നിന്ന് പൈസ എടുത്തിട്ട് സർക്കാരിന് വെളിയിലേക്ക് കൊണ്ടുപോയി വേറെ ഏതെങ്കിലും ഒരു പരിപാടിക്ക്, അല്ലെങ്കിൽ സർക്കാരിൻ്റെ വേറെ ഏതെങ്കിലും ഒരു പദ്ധതിക്ക് വകമാറ്റി ചെലവഴിക്കാൻ സാധിക്കില്ല. അത് നിയമപരമായിട്ട് യാതൊരു തരത്തിലും അനുവദിക്കുന്നില്ല. അങ്ങനെ ചെയ്യുന്നുണ്ട് എങ്കിൽ അത് കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്യപ്പെടുകയും അല്ലെങ്കിൽ അത് കണ്ടെത്തുകയും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കോടതിയിൽ പല പ്രാവശ്യം തന്നെ, ഇപ്പം ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ നിന്ന് കോവിഡ് കാലത്ത് സർക്കാർ 10 കോടി രൂപ ആവശ്യപ്പെടുകയും അത് കോടതി വിലക്കുകയും ചെയ്തു. കാരണം ദേവസ്വത്തിൻ്റെ പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദേവസ്വത്തിൻ്റെ സ്വത്തുക്കളുടെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഡെയിറ്റിയാണ്, അതായത് അവിടുത്തെ മൂർത്തിയാണ്. അപ്പോൾ ആ മൂർത്തിയുടെ സ്വത്തുക്കൾ, മൂർത്തിയുടെ അവിടുത്തെ കാര്യങ്ങൾക്കും അവിടുത്തെ അമ്പലത്തിൻ്റെ നടത്തിപ്പിനും പൂജയ്ക്കും മറ്റ് പരിപാടികൾക്കും ഒക്കെ മാത്രമേ ചെലവാക്കാൻ സാധിക്കൂ എന്നതാണ് നിയമം. അപ്പോൾ അതിന് പകരം അതെടുത്തിട്ട് മറ്റെന്തെങ്കിലും ഒരു ആവശ്യത്തിന് കൊടുക്കുന്നു എന്ന് സർക്കാർ തന്നെ അങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കോടതിക്ക് ഇടപെടാൻ സാധിക്കും, ഭക്തർക്ക് ഇടപെടാൻ സാധിക്കും. അതുകൊണ്ട് അങ്ങനെ നടത്തിയിട്ടുള്ള സമയങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ കോടതി ഇടപെടുകയും അത് നിർത്തലാക്കുകയും ചെയ്തിട്ടുണ്ട്. നിയമപരമായിട്ട് സർക്കാരിന് 1 രൂപ പോലും എടുക്കാൻ യാതൊരു അധികാരവുമില്ല. പകരം സർക്കാർ അങ്ങോട്ട് പൈസ കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ദേവസ്വം ബോർഡ് എന്തിനിങ്ങനെ നഷ്ടമുള്ള സ്ഥാപനം ആൾക്കാർ കൊണ്ടു നടക്കുന്നു എന്നൊക്കെ ചിലർ ചോദിക്കാറുണ്ട്. ഇപ്പോൾ എൻ്റെ വീഡിയോയുടെ അടിയിൽ തന്നെ പലരും പറഞ്ഞു, ദേവസ്വം ബോർഡ് ഇത്ര നഷ്ടമാണ്, എന്തിനാണ് സർക്കാർ കൊണ്ടു നടക്കുന്നത്? ഈ നഷ്ടം എന്ന് പറയുന്നത് സാമ്പത്തികം മാത്രമല്ല, ഒരു ഭരണം, ഒരു വലിയ കമ്മ്യൂണിറ്റിയുടെ നിയന്ത്രണം, അവരുടെ അവരുടെ ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും ഒക്കെ ഇടപെടാനുള്ള സ്വാതന്ത്ര്യം, ഇതൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടിയും കളയാൻ ഉദ്ദേശിക്കില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും സർക്കാരിന് അതിൻ്റെ ബോർഡ് മെമ്പേഴ്സിലും പ്രസിഡന്റുമാരിലും ഒക്കെ ഇൻഫ്ലുവൻസ് ചെലുത്തുക. അത്തരത്തിൽ നമ്മളിപ്പം ദേവസ്വം ബോർഡിനെ ഒരു ഫുൾ ഓട്ടോണമസ് എന്ന് പറഞ്ഞാൽ ഫുൾ ഓട്ടോണമസ് അല്ല. അപ്പൊ അവിടെ ഒരു ചോദ്യമുണ്ട്. അതായത് വളരെ സാധാരണക്കാരായ ആളുകളൊക്കെ ഈ ചാനൽ ചർച്ചയിൽ എന്ന് പറയുന്ന രസകരമായ ചില വാക്കുകളുണ്ട്. നോട്ടിലൊക്കെ മഞ്ഞളിന്റെ പൊടി കണ്ടല്ലോ, അങ്ങനെ അവർ വളരെ നിസ്സാരവൽക്കരിക്കുകയാണ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം. ഈ പണം, അതായത് അവിടുത്തെ ദേവസ്വത്തിന്റെ ആയിക്കോട്ടെ, അത് കൊച്ചി ആയിക്കോട്ടെ, തിരുവിതാംകൂർ ആയിക്കോട്ടെ, മലബാർ ആയിക്കോട്ടെ, ഈ പ്രവിശ്യകളിലെല്ലാം ഉള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, അതുപോലെ ഉദ്യോഗസ്ഥർക്കുള്ള ശമ്പളം, ഇതെല്ലാം സർക്കാരിന്റെ ചെലവിലാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്രയും അധികം പണം ഉള്ളത്? ആ പണം എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ബേസിക്കലി ദേവസ്വം ബോർഡ് പറയുന്നത് ദേവസ്വം ബോർഡിന് ഈ പൈസ തികയുന്നില്ല. ദേവസ്വം ബോർഡിന് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് ശമ്പളം കൊടുക്കാൻ, അതുപോലെ പല അമ്പലങ്ങളിലും വലിയ വരുമാനമില്ല. വരുമാനമുള്ള അമ്പലങ്ങളുണ്ട്, വരുമാനം ഇല്ലാത്ത അമ്പലങ്ങളുണ്ട്. ഇതിനെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. ഇപ്പം ശബരിമല അല്ലെങ്കിൽ ഗുരുവായൂർ അമ്പലം, ഇവിടെയൊക്കെ കുറച്ച് നമുക്കറിയാവുന്ന ചില അമ്പലങ്ങളിലാണ് പ്രധാനമായിട്ടും വലിയ വരുമാനമുള്ളത്. പിന്നെയുള്ളത് പലതും പ്രൈവറ്റ് അമ്പലങ്ങളാണ്. ഇപ്പം നമ്മൾ പറയുന്ന ആറ്റുകാലായാലും ഒക്കെ അതൊക്കെ പ്രൈവറ്റ് അമ്പലങ്ങളാണ്. അത് ദേവസ്വം ബോർഡുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് സ്വകാര്യ വ്യക്തികൾ, ട്രസ്റ്റുകൾ നടത്തുന്ന അമ്പലങ്ങളാണ്, ക്ഷേത്രങ്ങളാണ്. അപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള വരുമാനമുള്ള ക്ഷേത്രങ്ങളുടെ വരുമാനം തന്നെയാണ് അവർ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ബാക്കി എല്ലായിടത്തും ഉപയോഗിക്കുന്നത്. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് ഇതൊന്നും തികയാഞ്ഞിട്ട് സർക്കാരിൻ്റെ വക എല്ലാ പ്രാവശ്യം ഗ്രാൻഡ് നിയമപരമായിട്ട് കൊടുക്കാനുള്ള ഗ്രാൻഡ് ഉണ്ട്. അത് 70 ലക്ഷം രൂപയാണ് 2 ബോർഡുകൾ കൂടെ കൊടുക്കാനുള്ളത്. 4.5 ലക്ഷത്തിൽ നിന്ന് വർദ്ധിപ്പിച്ചാണ് അത് 70 ലക്ഷമാക്കിയത്. അത് കൂടാതെ നമ്മളിപ്പം 2022 ഒരു വാർത്തയാണ് എനിക്ക് കിട്ടിയത്. 458 കോടി രൂപയോളം സർക്കാർ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ചെലവാക്കിയെന്ന് മന്ത്രി തന്നെ പറയുന്നു. അപ്പം അങ്ങോട്ട് പൈസ കൊടുത്ത് ഇത് എന്തിനു കൊണ്ടു നടക്കുന്നു എന്ന് ചോദിച്ചാൽ, ജനങ്ങളിൽ വലിയൊരു വിഭാഗം വിശ്വാസികളിൽ സ്വാധീനമുള്ളൊരു അമ്പലങ്ങളും അതിൻ്റെ ആചാരങ്ങളും എല്ലാം രാഷ്ട്രീയ പാർട്ടികൾക്കും താല്പര്യമുള്ള ഇടമാണ്. അത് തന്നെ അതിൻ്റെ കാര്യം. ഈ 450 കോടി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും 2-3 വർഷങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു മന്ത്രിയുടെ പ്രസ്താവന വളരെ ചെറിയ കാലയളവിൽ മാത്രമാണ്.
ഇത്രയും അതെ. വർഷങ്ങൾ എത്രയോ കൊടുത്തിട്ടുണ്ടെന്നത് വളരെ ഒരു ഹ്യൂജ് എമൗണ്ട് ആണ്. ഈ പണം സർക്കാർ എവിടെ നിന്നാണ് കണ്ടെത്തുന്നത്? നികുതി പണത്തിൽ നിന്ന് തന്നെയല്ലേ? തീർച്ചയായിട്ടും. നമ്മുടെ നികുതിപ്പണമാണ് പോകുന്നത്. ഉം. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോ ഇതിനൊരു ഭരണഘടനാപരമായ ബാധ്യത സർക്കാരിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. അതുകൂടി ഒന്ന് ചുരുക്കി പറയാൻ പറ്റുമോ? എങ്ങനെയാണ് ഭരണഘടനാപരം ഇത്തരം ദേവസ്വം പറയ്. ഭരണഘടനാപരമായ ബാധ്യത എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 290A പ്രകാരം സർക്കാർ ഉം, ഈ ദേവസ്വത്തിന്റെ സ്വത്തുക്കൾ രാജാവിന്റെ കയ്യിൽ നിന്ന് ഏറ്റെടുത്തപ്പോൾ ഈ ഉം. ക്ഷേത്രങ്ങളുടെ ചെലവുകൾക്ക് വേണ്ടി കൊടുത്തുകൊള്ളാമെന്ന് നിയമപരമായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഒരു മാൻഡേറ്റഡ് ബോഡിയാണ്. ഇതാരെങ്കിലും പക്ഷെ അത് പിടിച്ച് മേടിച്ചതാണോ? അതുകൂടി ഒന്ന് പറയണമല്ലോ. അതിനകത്തൊരു ക്ലാരിറ്റി വേണം. സർക്കാർ പിടിച്ചടക്കിയതായിരുന്നു ഇത്. സർക്കാർ പിടിച്ചടക്കിയതല്ല. സത്യത്തില് ഇത് ദേവസ്വം ബോർഡിന്റെ തുടക്കം തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ മുൺട്രോയുടെ കാലത്ത് തന്നെ പിന്നെ കേണലായിരുന്ന നമ്മുടെ ദിവാനായിരുന്നു, തിരുവിതാംകൂർ ദിവാനായിരുന്ന മൺട്രോയുടെ കാലത്ത് തന്നെ ഈ ദേവസ്വം വക, അതായത് പല സ്വകാര്യ ട്രസ്റ്റുകൾ അതേപോലെ തന്നെ വ്യക്തികളൊക്കെ നടത്തിയിരുന്ന ക്ഷേത്രങ്ങളിൽ വലിയ അഴിമതി നടക്കുന്നു എന്ന് ജനങ്ങൾ തന്നെ രാജാവിൻ്റെ അടുത്ത് പരാതിപ്പെടുകയും അങ്ങനെ വലിയ ക്രമക്കേടുകൾ കണ്ടെത്തുകയും തുടർന്ന് ദേവസ്വം എന്ന് പറഞ്ഞൊരു ട്രസ്റ്റ് ഉണ്ടാക്കി രാജാവിൻ്റെ മേൽനോട്ടത്തിൽ, ഇന്നത്തെ സർക്കാരിന് പകരം അവിടെ രാജാവിൻ്റെ ഉം, ഉം, സൂപ്പർവിഷനിൽ സ്വത്തുക്കളെല്ലാം ഡേറ്റിയുടേതാക്കി വീണ്ടും എന്താ പറയുന്നത് റീഇൻസ്റ്റേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പം ഡേറ്റിയുടെ ഉം, സ്വത്തുക്കൾ മാനേജ് ചെയ്യുന്ന, ഡേറ്റിയെ മൈനറായിട്ട് കണക്കാക്കുന്നു, ഡേറ്റിയുടെ സ്വത്ത് മാനേജ് ചെയ്യുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയാണ് ദേവസ്വം ബോർഡ്. ആ ഉം, ദേവസ്വം ബോർഡ് പിന്നെ രാജാവിൻ്റെ കാലത്ത് നിന്ന് സർക്കാരിൻ്റെ കയ്യിലേക്ക് മാറി എന്ന് മാത്രമേ ഉള്ളൂ. ഉം, ഉം. അത് പിന്നീട് ഭരണഘടനാപരമായ ആർട്ടിക്കിളിലേക്ക് വരുന്നു. സർക്കാർ ഇത്ര അതെ, തുക കൊടുക്കണമെന്ന് നിശ്ചയിക്കുന്നു. അതെ. പക്ഷേ ഈ കുന്നുകൂടിയിട്ടുള്ള പണം അപ്പൊ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? അത് ഇപ്പൊ ദേവസ്വം ബോർഡ്. ഓണർഷിപ്പ് വരുന്നത് ദേവസ്വം ബോർഡിന്റെ ദേവസ്വം ബോർഡിന്. പൂർണ്ണമായി അവരുടെ അധികാരത്തിലാണ്. പക്ഷേ അവരുടെ ഇതിലാണ്. അവിടെയാണ് പ്രധാന പ്രശ്നം വരുന്നത്. ഈ ദേവസ്വം ബോർഡിന്റെ അംഗങ്ങൾ എന്ന് പറയുന്നത് സർക്കാരാൽ നിയമിക്കപ്പെടുന്ന അല്ലെങ്കിൽ അവരുടെ ഇൻഫ്ലുവൻസ് ഉള്ള ആളുകളാണ്. അപ്പൊ അതെ. അഴിമതികൾ സ്വാഭാവികമായി ആരോപിക്കപ്പെടുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും. എല്ലാ സ്ഥലങ്ങളിലും ഉള്ള പോലെ ദേവസ്വം ബോർഡിലും വലിയ രീതിയിൽ അഴിമതിയുണ്ട്. ഇപ്പം നമ്മൾ ഭക്തരെ സംബന്ധിച്ച് ഇതിനകത്തൊരു ക്ലാരിറ്റി വേണമെങ്കിൽ പറയേണ്ടത്, കൂടുതൽ ഓട്ടോണമസ് ആക്കണം ദേവസ്വം ബോർഡിനെ. ഈ ഉം, രാഷ്ട്രീയക്കാരുടെ പിടിയിൽ നിന്ന് മോചിപ്പിക്കണം. അതേപോലെ ഉം, തന്നെ കൃത്യമായിട്ട് എല്ലാ വർഷവും ഓഡിറ്റ് നടത്തണം. അങ്ങനെ ഓഡിറ്റ് ഉം, നടത്തിയ റിപ്പോർട്ടുകൾ ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും പരിശോധിക്കാവുന്ന തലത്തിൽ നമുക്ക് മുമ്പിൽ കാണണം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ആവശ്യപ്പെടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വിശ്വാസികൾക്ക് വിട്ടുകൊടുക്കൂ എന്ന് പറയുന്നത്, ഈ വിശ്വാസി എന്ന് പറയുന്ന ഒരു കൂട്ടത്തെ ഐഡന്റിഫൈ ചെയ്തെടുക്കുക ബുദ്ധിമുട്ടാണ്. ഉം, കാരണം ദേവസ്വം ബോർഡിന്റെ നിയമാവലി പറയുന്നത് ഹിന്ദുക്കളായിട്ടുള്ള വിശ്വാസികളായ ആളുകളെ മാത്രമേ ബോർഡ് മെമ്പേഴ്സായിട്ട് ഇരുത്താവൂ എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഉം, കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുമ്പോൾ അവിടെ ഒരു കോൺട്രഡിക്ഷൻ വരുന്നുണ്ട്. കാരണം കമ്മ്യൂണിസ്റ്റുകാർ റിലീജിയനും മതവും ഒക്കെ പരസ്യമായിട്ട് തന്നെ തള്ളിപ്പറഞ്ഞവരാണ്. അപ്പോൾ അവർ ഉം. ദേവസ്വം മന്ത്രിയായിട്ട് വരുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ അവിടെ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ട്. അതൊക്കെ ആയിരിക്കാം ഉം. ഒരുപക്ഷെ വിശ്വാസികളെ ചൊടിപ്പിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇൻ റിയാലിറ്റിയിൽ ഈ പറഞ്ഞ പൈസ സർക്കാരിനടുത്ത് ചെലവാക്കാനോ, ഇപ്പം ഇവർ പറയുന്ന വേറൊരു വാദം, ഇത് ട്രഷറിയിൽ ഇടുന്നു. ട്രഷറിയിൽ ഇടുമ്പം ഉം. അതിന് മറ്റ് ബാങ്കിൽ ഇടുന്നതിനേക്കാൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റും കിട്ടും. അത് ഉം. മാത്രമല്ല നമ്മൾ ബാങ്കിൽ ഇടുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ബാങ്കിൽ ഇടുന്ന പൈസ ആർക്കൊക്കെ എന്തിനൊക്കെ ബാങ്ക് കൊടുക്കുന്നു എന്നുള്ളത് നമ്മുടെ കൺസേൺ അല്ല. അതേപോലെ ഉം. തന്നെ ട്രഷറിയിൽ ഇടുന്ന പൈസ ദേവസ്വം ബോർഡിൻ്റെ പൈസയാണ്. ഗവൺമെൻറ്റിന് അത് ചിലപ്പോൾ ശമ്പളത്തിനും ഒക്കെ ഉപയോഗിക്കാൻ സാധിക്കുമായിരിക്കും. പക്ഷേ അറ്റ് ദ സെയിം ടൈം ദേവസ്വം ബോർഡിന് എപ്പോൾ അത് എടുക്കണമെന്ന് തോന്നിയാലും എന്ത് ചെലവുകൾക്ക് വേണ്ടിയാലും ആ പൈസ പിൻവലിക്കാനുള്ള അവകാശവുമുണ്ട്. നമ്മൾ ഏതൊരു ബാങ്കിലും പൈസ ഇടുന്ന പോലെ തന്നെ. ഓക്കെ. ഇത് വലിയ ചർച്ചയാവുന്നത് വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള അമെൻമെന്റ് ഉം. ബില്ലുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കാര്യങ്ങളാണ്. വഖഫ് ബോർഡിനകത്ത് പൂർണ്ണമായും മുസ്ലിങ്ങളാണ്. എന്നാൽ ഭേദഗതി ബില്ലിൽ അവരാവാൻ പാടില്ല. മിക്സഡ് ആയിരിക്കണം എന്ന് നിയന്ത്രണം വരുന്നു. അത് അതിന്റെ നിയന്ത്രിക്കുന്ന ആൾ തന്നെ മുസ്ലിം ആകണം എന്ന് നിർബന്ധമില്ല എന്ന് വരുന്നു. പക്ഷെ ദേവസ്വം ബോർഡിലേക്ക് വരുമ്പോൾ അതിന്റെ പണം, അധികാരം അല്ലെങ്കിൽ ദേവസ്വം ബോർഡിലെ അംഗങ്ങൾ എല്ലാവരും തന്നെ ഹിന്ദുക്കളായിരിക്കണം എന്നത് അങ്ങനെ പോവുകയും ചെയ്യുന്നു. അതേ സമയത്ത് തന്നെയാണ് ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മദ്രസ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നത് സർക്കാരാവുന്നതിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇവിടെയും ഈ വലിയൊരു ഭൂരിപക്ഷം, അതായത് മറ്റൊരു ന്യൂനപക്ഷ മതമാണെങ്കിൽ, കേരളത്തിലെ അവസ്ഥയിലല്ല ഞാൻ പറയുന്നത്, എന്നാൽ ഉം. പോലും രണ്ടിനെയും സർക്കാർ സംരക്ഷിച്ചു പോരുകയല്ലേ. അപ്പം തീർച്ചയായിട്ടും. സർക്കാർ സംരക്ഷിക്കുന്നത് ഈ പറഞ്ഞുള്ള ഹിന്ദു പ്രൊട്ടക്റ്റഡ് ആകുന്ന ആളുകളെ മാത്രമല്ല. ഈ ഒരു എല്ലാ കോൺട്രഡിക്ഷൻ അവിടെ മത നിൽക്കുന്നുണ്ടല്ലോ. ഉം, എല്ലാ മതങ്ങളെയും സംരക്ഷിക്കുന്ന, അവരെ പ്രീണിപ്പിക്കുന്ന സർക്കാരുകളാണ് എല്ലാ സർക്കാരുകളും, ഇൻക്ലൂഡിങ് ഉം, ബി.ജെ.പി. അതിനകത്ത് ഉം, വ്യത്യാസമൊന്നുമില്ല. അതിനകത്ത് അതിൻ്റെ അളവുകളിലും അവർ പറയുന്ന പ്രസ്താവനകളിലും ഒക്കെ വ്യത്യാസം കാണുമായിരിക്കാം. പക്ഷേ ഇൻ റിയാലിറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഉം, മതങ്ങൾക്കും വലിയ രീതിയിൽ പ്രീണനം അത് സർക്കാരിൻ്റെ ഫണ്ടുകൾ പല രീതിയിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പം ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിൽ കുറേ ക്ഷേത്രങ്ങളുണ്ട്. ഇപ്പോൾ താജ്മഹൽ ഉം, ഉൾപ്പെടെ ചില പള്ളികളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉം, മെയിൻറ്റെയിൻ ചെയ്യുന്ന സർക്കാർ തന്നെയാണ്. അത് നമുക്കതിനെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം അത് പിന്നെ ചരിത്ര സ്മാരകം എന്ന നിലയ്ക്ക് നിലനിർത്തി പോരുക, അതിനെ സംരക്ഷിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ്. ഇപ്പം എന്നോടൊരു സുഹൃത്ത് പറഞ്ഞ കണ്ണൂർ ലോകനാർ കാവിലേക്ക്, അത് ഉം, ലോകനാർ കാവ് എന്ന് പറയുമ്പോൾ നമ്മുടെ വടക്കൻ പാട്ടുകളിലൊക്കെയുള്ള, അല്ലെങ്കിൽ എന്തോ 15 ലക്ഷം രൂപ സർക്കാർ കൊടുത്തു എന്ന് അവിടുത്തെ നാട്ടുകാരൻ പറഞ്ഞു. എൻ്റെ വെരിഫൈഡ് അല്ല, പക്ഷേ
ഉം. അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ നോക്കുമ്പോൾ ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിൽ ഉള്ള ക്ഷേത്രമാണ്. അപ്പം അതായത് അങ്ങനെയും പൈസ പദ്ധതി കൊടുക്കുന്നുണ്ട്. വകമാറ്റി ചെലവാക്കുന്നുണ്ട് പല രീതികളിലും. വകമാറ്റി എന്ന് പറയാൻ പറ്റത്തില്ല. ഇത്തരം അതായത് ഉം. ക്ഷേത്രങ്ങള്, സ്മാരകങ്ങളൊക്കെ ഞാൻ പറയുന്ന ഗവൺമെന്റിന്റെ പിടിപാടും പ്രീണനവും ഒക്കെ എല്ലായിടത്തും ഉണ്ട്. അതിൽ ചിലത് നമുക്ക് റാഷണലൈസ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം താജ്മഹൽ നമ്മൾ സംരക്ഷിക്കുന്നു. താജ്മഹൽ സംരക്ഷിക്കുന്നു എന്ന് പറയുമ്പം അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ബേസിക്കലി രാജാവിന്റെ ഉം. ഭാര്യയുടെ ഇതിന് വേണ്ടിയിട്ട് പ്രിയതമയുടെ ഓർമ്മയ്ക്കായിട്ട് നിർമ്മിച്ച ഒരു സ്മാരകമാണ്. അത് സർക്കാർ ഏറ്റെടുത്ത് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു, ടൂറിസ്റ്റ് അട്രാക്ഷൻ ആക്കുന്നു. അവിടുന്ന് റവന്യൂ കണ്ടെത്തുന്നുവെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. പക്ഷേ ഉം. അങ്ങനെ അല്ലാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പ്രത്യേകിച്ച് വിശ്വാസികൾക്ക് മാത്രമുള്ള ഇപ്പം മദ്രസ അധ്യാപകരുടെ കാര്യം പറയുന്നു. അമ്പലങ്ങളിലെ ഉത്സവങ്ങൾ നടത്തുന്നു. ഇതൊക്കെ ഭക്തരും വിശ്വാസികളും നടത്തേണ്ട കാര്യമാണ്. അവിടെ എന്തിന് സർക്കാരിന്റെ ഫണ്ട് ചെലവാക്കുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം ഈ വേറൊരു കാര്യമുണ്ട്. ഇപ്പം ശബരിമലയിലെ ക്ഷേത്രത്തില് അവിടെ ഇപ്പം സീസണാണ്. വലിയ ബറ്റാലിയൻ ഓഫ് പോലീസുകാരാണ് അവിടുത്തെ ശബരിമലയിലെ മാത്രമല്ല ക്രമസമാധാന പരിപാലനത്തിനായി പലയിടങ്ങളിലും വിന്യസിക്കപ്പെടുന്നത്. ഇത് ക്ഷേത്രങ്ങളുടെ ചെലവിൽ വരുന്നതാണോ? അതോ സർക്കാർ ഇല്ല. എന്തെങ്കിലും പണം കിട്ടുന്നുണ്ടോ? ഇല്ല. ഇതിന് ഞാൻ മനസ്സിലാക്കിയത് 15,000-ഓളം പോലീസുകാരെയാണ് 7 ഫേസുകളിൽ 6 ഫേസുകളിലായിട്ട് ശബരിമലയിൽ ഈ മണ്ഡലകാലത്ത് വിന്യസിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് സർക്കാർ 100 കോടി രൂപ ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെടുകയും ദേവസ്വം ബോർഡ് അത് കോടതിയിൽ പോവുകയും കോടതി അത് കൊടുക്കാൻ പാടില്ല. ഓ. ക്രമസമാധാനം, ലോ ആൻഡ് ഓർഡർ സർക്കാരിൻ്റെയാണ്. അതുകൊണ്ട് അങ്ങനെ പൈസ കൊടുക്കാൻ പാടില്ല എന്ന് കോടതി വിധിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഓക്കെ. പിന്നെ വേറൊരു കേസ് ദേവസ്വം ബോർഡ് പറയുന്നത് അവർ സബ്സിഡി കൊടുക്കുന്നു മെസ്സിൽ. അവിടെ ഭക്ഷണം ഉം. കഴിക്കുന്ന ഉം. പോലീസുകാർക്ക് ഉം. ഇപ്പം അവിടെ മെസ്സുണ്ട്, ദേവസ്വം ബോർഡിൻ്റെ മെസ്സ്. അപ്പോൾ അവരുടെ ഊണിന് 50 രൂപയാണെങ്കിൽ പോലീസുകാർക്ക് 20 രൂപ കൊടുത്തു. അതിൽ 30 രൂപ ദേവസ്വം ബോർഡ് സബ്സിഡി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും സത്യത്തിൽ കൊടുക്കാൻ പാടില്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം സർക്കാരിൻ്റെ ചെലവാണ്. അപ്പം സർക്കാർ പറയുന്ന സർക്കാർ ദേവസ്വം ബോർഡിന് കൊടുക്കാൻ വച്ചിരുന്ന പൈസയിൽ നിന്നാണ് ഈ സബ്സിഡി കൊടുക്കുന്നത്. സർക്കാർ തന്നെയാണ് ആ സബ്സിഡിയും കൊടുക്കുന്നത് ബേസിക്കലി ഇൻ റിയാലിറ്റി. ഓക്കെ. ആഹാ. അടിസ്ഥാനപരമായി സർക്കാരിന്റെ ഒരു സാമ്പത്തിക ബാധ്യതകൾ, അത് കേരളത്തിന്റെ സാമ്പത്തിക ബാധ്യതയെക്കുറിച്ച് നമുക്കറിയാം. വലിയ രീതിയിലുള്ള അതെ, പ്രതിസന്ധികളാണ്. ഘട്ടങ്ങളിൽ തന്നെയാണ് ഈ ശബരിമല സീസൺ വരുന്നത്. ഇത്തവണയും ബജറ്റിൽ വകയിരുത്തുന്നത് ശബരിമലയ്ക്ക്, ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് അവരൊരു ബജറ്റിന്റെ ഒരു പ്രത്യേക ഭാഗം തന്നെ മാറ്റിവെക്കാറ് ഇത്രയും തന്നെ രാഷ്ട്രീയമാണ്. നമ്മുടെ അതെ. നികുതി പണത്തിൽ നിന്നും സർക്കാർ തന്നെ ചെലവാക്കുന്നു അമ്പലങ്ങളുടെ സംരക്ഷണം, ക്രമസമാധാന പരിപാലനം എന്ന് പറയുന്നു. ഏതെങ്കിലും ഘട്ടത്തിൽ എനിക്ക് തോന്നുന്ന ഒരു നല്ല സജഷൻ, ഏതെങ്കിലും എല്ലാ ക്ഷേത്രങ്ങൾക്കും വരുമാനമുണ്ട്. പോലീസുകാരെ ഹയർ ചെയ്യുന്ന സമയത്ത് അവർക്കുള്ള സാലറിയോ ഇൻക്രിമെന്റ് തീർച്ചയായിട്ടും. എന്തെങ്കിലും, അല്ലേ? അത് അങ്ങനെ കുറച്ച്. വിശ്വാസികൾ വഹിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഇത്രയും വലിയ ക്ഷേത്രത്തിന് പ്രൈവറ്റ് സെക്യൂരിറ്റി അവർ തന്നെ കണ്ടെത്തണം. നമ്മുടെ പൊതുഖജനാവിൽ ഉം. നിന്ന് ഇപ്പോൾ ക്ഷേത്രങ്ങളുടെ മാത്രമല്ല, ഉം. പള്ളിപ്പെരുന്നാളായിക്കോട്ടെ, എല്ലാ സംഭവങ്ങൾക്കും പോലീസിനെ കൊടുക്കുന്നത് ഫ്രീ ആണ്. സർക്കാർ ചെലവിൽ ഉം. തന്നെയാണ് കൊടുക്കുന്നത്. ഇതിനൊന്നും ഇപ്പം ആറ്റുകാൽ നമുക്കറിയാം, പൊങ്കാല സമയത്ത് തിരുവനന്തപുരം നഗരം മുഴുവൻ ഇത് ചെയ്തത്. ഇത് പ്രൈവറ്റ് ക്ഷേത്രമാണ്. ഇതിനൊക്കെ ഉം. ഉം. വേണ്ടിയിട്ട് നമ്മുടെ പൊതു ഖജനാവിൽ നിന്ന് പണമാണ് ചിലവാകുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കണക്ക് പറയാൻ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും നല്ല രീതിയിൽ സർക്കാരിൽ നിന്ന് പൈസ എടുക്കുന്നുണ്ട്, എല്ലാ മതങ്ങളും. അങ്ങനെ ആരും ഉം. പിന്നെ പറയാം, അപ്പോൾ ഭൂരിപക്ഷം മതത്തിന് കൂടുതലായിരിക്കും. കൂടുതൽ ആളുകളുള്ള, കൂടുതൽ ക്ഷേത്രങ്ങളും ഒക്കെ ആരാധനാലയങ്ങളും ഒക്കെ ഉള്ള മതത്തിന് കൂടുതൽ കിട്ടും. അതാണ് ഇവിടെ ഉം. നടക്കുന്നത്. വളരെ വ്യക്തമാണ്. നമ്മൾ കുറെ നാളുകളായി കേട്ട് വന്നിരുന്ന ഒരു പ്രധാന വാദമായിരുന്നു ദേവസ്വത്തിന്റെ പണം മുഴുവൻ സർക്കാർ എടുക്കുന്നു, ദേവസ്വങ്ങളെ അടിച്ചമർത്തുന്നു എന്നുള്ളത്. അതിന് കൃത്യമായി യാതൊരു അടിസ്ഥാനവുമില്ലാത്ത വാദമാണെന്നും അത് രാഷ്ട്രീയക്കാർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രസംഗിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എന്തോ തീർച്ചയായിട്ടും. കാര്യമാണ് നമുക്ക് ഇപ്പോൾ വഖഫ് പോലെ മനസ്സിലാക്കുന്നുണ്ട്. തന്നെ വഖഫിന് കുറച്ചും കൂടെ ഓട്ടോണമസ് പവർ ഉണ്ട് ദേവസ്വം ബോർഡിനേക്കാളും. ദേവസ്വം ഉം. ബോർഡിൽ കുറച്ചും കൂടെ സർക്കാരിന് ഡയറക്റ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ വഖഫ് ബോർഡിൽ അത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല അത് കുറെ കൂടെ റിലീജിയസ്, ഗവൺമെന്റിന്റെ നോമിനി രണ്ടിടത്തും റിജിഡ് ഉണ്ട്. ആണ്. രണ്ടും ഉം. സ്റ്റാറ്റ്യൂട്ടറി ബോഡികളാണെങ്കിൽ കൂടി ഉം. വഖഫിന് കുറെ കൂടി വലിയ രീതിയിലുള്ള ഓട്ടോണമസ് പവർ ഉണ്ട്. വേണമെങ്കിൽ വിശ്വാസികൾക്ക് വാദിക്കാവുന്ന ഒരു കാര്യമാണ് ദേവസ്വം ബോർഡിനെ അത്തരത്തിലേക്ക് മാറ്റണമെന്ന്. പക്ഷേ നമ്മളിപ്പം വഖഫ് ബോർഡിന്റെ പ്രത്യേക ട്രിബ്യൂണൽ അധികാരത്തെയൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പം ഉം. അത്തരത്തിലൊരു ട്രിബ്യൂണൽ അധികാരം വഖഫിന് കൊടുക്കുന്നത് പോലെ ദേവസ്വത്തിനും കൊടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് വേണ്ട, വഖഫിനും അത് റിമൂവ് ചെയ്യണമെന്നുള്ളതായിരിക്കും ഏതൊരു വ്യക്തിയും പറയാം. ഒരു ഒരു റാഷണൽ ആയിട്ടുള്ള ഒരു വ്യക്തിക്കും പറയാൻ സാധിക്കുക. തീർച്ചയായിട്ടും അത് നികുതി പണത്തിൽ നിന്നെടുത്ത് കോടികൾ ചെലവാക്കുന്നത്, അത് ഒരു രാഷ്ട്രത്തിന്റെ ക്രമസമാധാന പരിപാലനം എന്നത് പോലീസിന്റെയും സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അതിനേക്കാൾ ഉപരിയായി വരുന്ന കാര്യങ്ങളിൽ പണം നമ്മുടെ അതെ, അതെ. നികുതി പണത്തിൽ നിന്ന് തീർച്ചയായിട്ടും. ചെലവാക്കുന്നു എന്നത് അത് നീതിയാണോ ഇല്ലയോ എന്നുള്ളത് കാണുന്നവർ തന്നെ പറയേണ്ട കാര്യമാണ്. എന്തായാലും നന്ദി പ്രവീൺ. വലിയൊരു വിവാദത്തിനാണ് പ്രവീണിന്റെ ചില കണ്ടെത്തലുകളുടെ നമ്മൾ ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് നന്ദി. താങ്ക് യു.